സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, അത് നേടിയെടുക്കാൻ തലമുറകൾ നടത്തിയ പോരാട്ടത്തിന്റെ ഓർമ്മ കൂടിയാണ്. കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കോഴിക്കോട് എന്ന നഗരത്തിന് അതിലൊരു പ്രത്യേക സ്ഥാനമുണ്ട്. വടക്കൻ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു കോഴിക്കോട്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പ്രതിഷേധങ്ങളും പൊതുയോഗങ്ങളും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും ശക്തമായിരുന്ന മണ്ണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിർണായകമായ ഉപ്പു സത്യാഗ്രഹത്തിന്റെ അലയൊലികളും കോഴിക്കോട്ടെത്തി. 1930 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഏറ്റവും ശക്തമായ ജനകീയ സമരങ്ങളിലൊന്നായിരുന്നു. ഉപ്പിന് നികുതി ചുമത്തിയ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയും കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് ശേഖരിച്ചുള്ള നിയമലംഘനവും രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടു. കേരളത്തിലും അതിന്റെ പ്രതിഫലനമുണ്ടായി. കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാർ പ്രദേശങ്ങളിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഉപ്പു നിയമത്തിനെതിരെ രംഗത്തെത്തി. കടൽ തീരവുമായി ചേർന്നു നിൽക്കുന്ന കോഴിക്കോട് സമരപ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായും പ്രധാനപ്പെട്ട ഇടമായി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നിയമങ്ങൾ അനുസരിക്കില്ലെന്ന പ്രഖ്യാപനവുമായി സാധാരണ ജനങ്ങൾ പോലും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ കാലം. കോഴിക്കോടിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം ഉപ്പു സത്യാഗ്രഹത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും കോഴിക്കോട് വലിയ പങ്കുവഹിച്ചു. പത്രപ്രവർത്തനം, പൊതുയോഗങ്ങൾ, രാഷ്ട്രീയ സമ്മേളനങ്ങൾ, വിദ്യാർത്ഥി യുവജന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ ആശയം ജനകീയമായി. കോഴിക്കോട് നടന്ന രാഷ്ട്രീയ സമ്മേളനങ്ങളും ദേശീയ നേതാക്കളുടെ സന്ദർശനങ്ങളും മലബാറിലെ രാഷ്ട്രീയ ബോധത്തെ കൂടുതൽ ശക്തമാക്കി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഉയർന്ന ഓരോ മുദ്രാവാക്യത്തിനും പിന്നിൽ സ്വാതന്ത്ര്യം എന്ന വലിയ സ്വപ്നമുണ്ടായിരുന്നു. കോഴിക്കോട് കടപ്പുറവും മാനാഞ്ചിറയും പോലുള്ള നഗരത്തിന്റെ പൊതുസ്ഥലങ്ങളും പിന്നീട് രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിന്റെ ഭാഗങ്ങളായി മാറി. മാനാഞ്ചിറയുടെ പരിസരത്ത് നടന്ന പൊതുയോഗങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും കോഴിക്കോട് നഗരത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന വേദികളിലൊന്നാക്കി മാറ്റി. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കോഴിക്കോടിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെയും സ്വാധീനിച്ചു. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ മലബാറിലും ശക്തമായി വേരൂന്നിയിരുന്നു. അഹിംസ, സത്യാഗ്രഹം, സ്വദേശി, ഖാദി ഇവ വെറും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായിരുന്നില്ല. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ആശയങ്ങളായിരുന്നു. വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക, ഖാദി സ്വീകരിക്കുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, നികുതികൾക്കും അടിച്ചമർത്തലിനുമെതിരെ പ്രതിഷേധിക്കുക. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ദേശീയ പ്രസ്ഥാനം ജനകീയ പ്രസ്ഥാനമായി വളർന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും മലബാറിൽ പ്രതിഷേധങ്ങൾ ശക്തമായി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന ആവശ്യം രാജ്യത്തിന്റെ ഓരോ കോണിലും ഉയർന്നപ്പോൾ കോഴിക്കോടും അതിൽ നിന്ന് മാറി നിന്നില്ല. അറസ്റ്റുകളും പോലീസ് നടപടികളും നിയന്ത്രണങ്ങളും ഉണ്ടായിട്ടും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം തുടരുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കോഴിക്കോട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രാദേശിക കേന്ദ്രം മാത്രമായിരുന്നില്ല. മലബാറിലെ രാഷ്ട്രീയ ഉണർവിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു കോഴിക്കോട്. 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ പിന്നിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ മണ്ണിൽ നടന്ന അനവധി ചെറുതും വലുതുമായ പോരാട്ടങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് കോഴിക്കോട് നഗരത്തിലൂടെ നടക്കുമ്പോൾ ഒരു പക്ഷേ ആ ചരിത്രത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കാനാകില്ല. പക്ഷേ കടൽ തീരത്ത് തിരമാലകൾ അടിച്ചു കയറുമ്പോൾ, മാനാഞ്ചിറയിലെ ജനത്തിരക്കിനിടയിൽ പഴയ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഈ മണ്ണിലൂടെ ഒരിക്കൽ സ്വാതന്ത്ര്യത്തിനായി നടന്ന മനുഷ്യരുടെ ഓർമ്മകൾ നമ്മെ തേടിയെത്തും. ഉപ്പിന് നികുതി ചുമത്തിയ ഭരണത്തിനെതിരെ ഉയർന്ന ഒരു പിടി ഉപ്പിന്റെ പ്രതിഷേധത്തിൽ നിന്ന് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിലേക്ക്, അവസാനം ത്രിവർണ പതാക ഉയർന്ന സ്വാതന്ത്ര്യത്തിലേക്ക്, ആ ചരിത്രയാത്രയിൽ കോഴിക്കോടിനും അതിൻ്റെതായ ഒരു അധ്യായമുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അത് ഒരു ദേശീയ ആഘോഷം മാത്രമല്ല, സ്വാതന്ത്ര്യത്തിനായി പോരാടിയ സ്വന്തം മണ്ണിനെയും മനുഷ്യരെയും ഓർക്കുന്ന ഒരു ചരിത്ര ദിനം കൂടിയാണ്. ഇന്ന് ത്രിവർണ പതാക ഉയരുമ്പോൾ ആ പതാകയുടെ നിറങ്ങളിൽ നമ്മൾ കാണേണ്ടത് ഒരു രാജ്യത്തിന്റെ അഭിമാനം മാത്രമല്ല, അതിനു പിന്നിൽ ജീവിതം സമർപ്പിച്ച ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളും ത്യാഗങ്ങളും കൂടിയാണ്. അതാണ് സ്വാതന്ത്ര്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കോഴിക്കോട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നഗരം മാത്രമല്ല, ആ ചരിത്രം ഇന്നും ശ്വസിക്കുന്ന മണ്ണാണ്.